ഹായ് ഹലോ, ഇന്നൊരു തോരനാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. തുവരപ്പരിപ്പും പടവലങ്ങയും ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി, കുഴയേണ്ട ആവശ്യമില്ല. കുക്കറിലൊക്കെ വേവിച്ചാൽ ഇത്തിരി അങ്ങ് വെന്ത് പോകും. അത് വേവിക്കാനായിട്ട് വെച്ചു. ഇനിയും പടവലങ്ങ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം. തോരനൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തുവരപ്പരിപ്പ് വെന്തിട്ടുണ്ടാവും. അത് നോക്കാം. അത് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അതും കൂടെ വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് ഈ പടവലങ്ങ അരിഞ്ഞത് ചേർക്കാം. ഇപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പടവലങ്ങ അരിഞ്ഞത് കൂടി ഇട്ട് അത് വേവിച്ചെടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്കും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം, വെളുത്തുള്ളി, ജീരകം ഇതൊന്ന് ചതച്ചെടുക്കാം. അത് ചതച്ച് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. പരിപ്പും പടവലങ്ങയൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ അരപ്പിനായിട്ടുള്ള ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അല്പം ഉപ്പ് ചേർത്തു. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരപ്പരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത് അരപ്പൊന്ന് വേവിച്ചെടുക്കണം. അരപ്പ് വെന്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയും പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതും ഒന്ന് വേവിക്കണം. അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചിരുന്നു. ഇനി അത് ഇളക്കി എടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഒന്നുകൂടി ഒന്ന് ഇളക്കി അത് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ പടവലങ്ങ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.